ഇവിടെ നമ്മുടെ ടിമ്മിന് സ്പേസ് ഷിപ്പിന്റെ ഒരു മിനി വെർഷൻ കളഞ്ഞു കിട്ടുന്നു. പക്ഷെ അവന് അത് ആദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ഒരുപാട് ടയേർഡ് ആയതുകൊണ്ട് തന്നെ വേറൊന്നും ചിന്തിക്കാതെ അവൻ അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. ക്ഷീണം ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ഉറക്കം വന്നു. ഒരു വലിയ വിപത്ത് അവന്റെ കാറിന്റെ ഡിക്കിയിൽ ഒളിച്ചിരിക്കുന്ന കാര്യം ഉറങ്ങാൻ പോകുന്നത് വരെ അവൻ അറിയില്ലായിരുന്നു. ചിട്ടി റോബോട്ടിനെ പോലെ സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. കാണാൻ തന്നെ ഒരു വ്യത്യസ്തനായ മനുഷ്യൻ. താക്കോലില്ലാതെ പൂട്ടുകളൊക്കെ വളരെ എളുപ്പത്തിൽ തുറക്കാനുള്ള ടെക്നിക്സുകളൊക്കെ അയാൾക്ക് അറിയാമായിരുന്നു. നമ്മൾ ഇയാളുടെ രൂപം കണ്ട് പേടിക്കുന്നത് പോലെ കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ട് ഇയാൾ എന്നെ പേടിച്ചു. ജീവിത പ്രശ്നങ്ങൾ മൂലം ടിമ്മിന് നല്ല ഉറക്കമൊന്നും കിട്ടിയിരുന്നില്ല. അവൻ എണീച്ചത് കണ്ടതും പെട്ടെന്ന് ഇയാളങ്ങ് ഒളിച്ചു. പുള്ളി അവിടെ വന്നത് ആ സ്പേസ് ഷിപ്പ് എടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ വഴിമുടക്കിയായിട്ട് ആ സംസാരിക്കുന്ന പാവ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അതിനെ എടുത്ത് ദൂരെ കളഞ്ഞു. സൗണ്ട് കേട്ട് ടിമ്മ് ഒരു വടിയായിട്ട് എണീച്ചു വന്നു. അപ്പോഴേക്കും ഇയാളുടെ തലയിൽ നിന്ന് രണ്ട് ആന്റിനെ പൊങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനായി. പക്ഷേ കൊണ്ടുപോകുന്ന സ്പേസ് ഷിപ്പിനെ അപ്രത്യക്ഷനാക്കാൻ ഇയാളങ്ങ് മറന്നുപോയി. ടിമ്മാണെങ്കിൽ അവിടെ ഒരു അടിയടിച്ചതും ഇയാൾ രൂപത്തിലേക്ക് വന്നു. അടിയുടെ കാഠിന്യം കാരണം അയാളുടെ ബോധം അപ്പൊ തന്നെ പോയി. ടിമ്മ് പേടിച്ച് അടുത്ത് പോയി തട്ടി വിളിച്ചപ്പോ ഇയാൾക്ക് പകരം സംസാരിച്ചു തുടങ്ങിയത് അയാളുടെ സൂട്ടായിരുന്നു. അത് എണീച്ച് വന്ന് ടിമ്മുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നുണ്ടായിരുന്നു. ആരെയും ഒരു പേടിയുമില്ലാത്ത വ്യക്തിത്വമായിരുന്നു അയാളുടെ ആ സ്യൂട്ട്. രണ്ടടി കൊടുത്ത് ടിം അതിനെ ഒതുക്കാൻ നോക്കിയെങ്കിലും അത് പോകുന്ന വഴിയൊന്നും മനുഷ്യന്മാർക്ക് പോകാൻ പറ്റൂല. കുറെ നേരം അത് ആ മേറ്റിന്റെ അടിയിൽ കിടന്ന് ടിമ്മിനെ വട്ടാക്കി. പെട്ടെന്ന് ബോഡി കിടന്ന് അവിടേക്ക് നോക്കിയപ്പോ അയാളെ കാണാനില്ല. അയാൾ പുറകെ കൂടി വന്ന് ടിമ്മിന്റെ തലക്കടിച്ച് അവനെ അങ്ങ് ബോധം കെടുത്തി. ബോധം കെടുത്തിയത് വേറെ ഒരു ആവശ്യത്തിനായിരുന്നു. അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് പുള്ളി അവന്റെ രൂപം മൊത്തം ആവാഹിച്ചെടുക്കുന്നുണ്ടായിരുന്നു. രൂപം മാറിയതിനു ശേഷം നേരെ ടിമ്മിന്റെ കാമുവിന്റെ അടുത്ത് പോയി ചൊല്ലാൻ തുടങ്ങി. പുള്ളിയുടെ യഥാർത്ഥ ആവശ്യവും അത് തന്നെയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ അവന് ബോധം വന്നപ്പോ വഴക്കൊന്നും ഉണ്ടായില്ല. മറിച്ച് പുള്ളിയുമായിട്ട് കൂടുതൽ അടുത്തു. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരെ പുള്ളിയെയും കൊണ്ടാണ് ടിമ്മ് പോയത്. പക്ഷെ എല്ലാവരും പുള്ളിയുടെ വേഷം കണ്ട് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഡേയ്, നീ ഏത് ഗ്രഹത്തിൽ നിന്നാണ് വന്നത് എന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പൻ ചോദിച്ചു. അപ്പോഴേക്കും പുള്ളിയുടെ ശക്തി ഉപയോഗിച്ച് ആ പത്രം അങ്ങ് പൊട്ടിച്ചുളഞ്ഞു. രൂപം മാറിയ പ്രശ്നം മൊത്തം മാറുമെന്ന് വിചാരിച്ച് പുള്ളിയുടെ സ്റ്റൈലെ അങ്ങ് മാറ്റി. പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി സിക്സ് പാക്കും മസിലൊക്കെ ആയിട്ട് നടക്കുന്ന അപ്പൂപ്പന്മാരുടെ നാട്ടിൽ പുള്ളി ഇത്രയെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഐസ്ക്രീം കണ്ടാൽ പുള്ളിക്ക് ഭ്രാന്താണ്. ചിലപ്പോ കടയോടെ അങ്ങെടുത്ത് കഴിച്ചു കളയും. പുള്ളിയുടെ ഈ പ്രവൃത്തി കണ്ട് ടിമ്മിന് നല്ല ദേഷ്യം വന്നു. കുറെ ചീത്തയൊക്കെ പുള്ളിയെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ ശക്തിയുള്ള ആളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ പുള്ളിയുടെ ശരീരത്തിലുള്ള ഓരോരോ ഭാഗങ്ങളായിട്ട് ഊരിപ്പോകും. ടിം അതൊക്കെ എടുത്ത് നേരെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ കാലിന്റെ സ്ഥലത്ത് കൈ ആയി പോയി വെച്ചത്. പിന്നെ ഇങ്ങനെ ഇളകി വീണ കൈ കൊണ്ട് വേറെ ഒരു പ്രയോജനം കൂടിയുണ്ട്. ഏതെങ്കിലുമൊക്കെ ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് അടുക്കളയിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാൻ പറ്റും. അതും അടുക്കളയിലോട്ട് പോവാതെ തന്നെ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭൂമിയിൽ ഒരു ഏലിയൻ വന്ന വിവരം പോലീസിനെ ആരോ വിളിച്ചറിയിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ടിമ്മ് കാറെടുത്ത് പോവുകയാണ്. അവര് രക്ഷപ്പെടണമെന്ന് മനസ്സിലായപ്പോ പോലീസ് ചേസ് എന്നും പറഞ്ഞ് ടിമ്മിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കുറെ മുമ്പിലെത്തി. ഇനി അവരെ പിടിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായപ്പോ സീനിയർ ആയിട്ടുള്ള പോലീസുകാരൻ കുറച്ചുകൂടി ഫോഴ്സിന് വേണ്ടി ആവശ്യപ്പെട്ടു. അവര് ടിമ്മിനെയും കാറിനെയും കാത്ത് ബോർഡറിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഏലിയൻ റിമോട്ട് എടുത്ത് ഒരു സ്വിച്ചിൽ അങ്ങ് ഞെക്കുന്നത്. അപ്പോൾ തന്നെ ആ കാർ അങ്ങ് ചെറുതായി. എന്നിട്ടും പോലീസുകാര് തോൽവി സമ്മതിക്കാതെ ആ ചെറിയ കാറിന്റെ നേരെ വെടിവെക്കുന്നുണ്ടായിരുന്നു. അവര് പേടിച്ച് ദൂരെ കണ്ട ആ ഡ്രെയിനേജിന്റെ അകത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ അകത്തേക്ക് കയറി ഇനി ഒരാളും നമ്മളെ പിടിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോ പോലീസുകാർ വേറെ എന്തോ ഒരു ശൂലം കണക്കത്തെ ആയുധം കൊണ്ടുവന്നിട്ട് അത് ഡ്രെയിനേജിന്റെ അകത്തേക്ക് കയറ്റി വീണ്ടും അവരെ പേടിപ്പിക്കാൻ തുടങ്ങി. മുമ്പോട്ട് പോവാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആ ടിമ്മും ഏലിയനും വേസ്റ്റുകളുടെ ഇടയിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറകെ ആ പോലീസുകാരെ വിട്ട ശൂലമുണ്ട്. കുറച്ചങ്ങോട്ട് മുമ്പിലോട്ട് പോയപ്പോ എന്തോ ഒരു വെളിച്ചം നമ്മുടെ ഏലിയൻ കണ്ടിട്ട് വണ്ടി അങ്ങോട്ടേക്ക് എടുക്കാൻ പറഞ്ഞു. ആ വെളിച്ചം വെള്ളത്തിൻ്റെതായിരുന്നു. അവരും കാറും അതിന്റെ അകത്തേക്ക് വീണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്താണ്. ഈ തടിയൻ അടപ്പ് തുറന്നപ്പോഴാണ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അവർക്ക് മനസ്സിലായത്. ഇപ്പൊ അവരും ആ കാറും ഉള്ളത് ഈ തടിയന്റെ വീട്ടിലെ കക്കൂസിലാണ്. പോരാത്തതിന് അവൻ എപ്പോഴും ഈ സമയത്താണ് മുട്ട് വരുന്നത്. അങ്ങനെ പേന്റ് മരിച്ച് അവൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ പോയപ്പോ നമ്മുടെ ഏലിയൻ പെട്ടെന്ന് റിമോട്ട് എടുത്ത് ആ സ്വിച്ചിലങ്ങ് ഞെക്കി. അപ്പോഴേക്കും കാറങ്ങ് വലുതായി. എന്നിട്ട് അവന്റെ വീടും തുറന്ന് ഒറ്റ പോക്കായിരുന്നു. കാറിന്റെ ഫ്രണ്ടിൽ ആ തടിയനും ഉണ്ടായിരുന്നു. അവനെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും അവര് മുമ്പോട്ട് പോയി. പക്ഷേ എത്ര ഓടിയിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസുകാർ പകുതിക്ക് വെച്ച് മയക്ക് വെടിവെച്ച് ആ ഏലിയനെ പിടിച്ചു.